ഇനി ഒരു കഥ പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യ എന്ന രാജ്യം ഫോം ചെയ്തു, അതിനുശേഷം പല പല സ്റ്റേറ്റ്സ് ഉണ്ടാക്കി. അപ്പോൾ അതിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യണം, നമ്മുടെ കൺട്രിയിൽ എന്തടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നുള്ളത് സ്ഥിരീകരിക്കാനായിട്ട് അവർ പല പല കമ്മിറ്റികൾ നിയോഗിക്കുകയുണ്ടായി. ഭരണ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ രൂപീകരിക്കണമോ അതോ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ രൂപീകരിക്കണമോ എന്നൊരു കൺഫ്യൂഷൻ ആ സമയത്ത് നിലവിലുണ്ടായിരുന്നു. അതിനെപ്പറ്റി പഠിക്കാനായിട്ട് മെയിനായിട്ട് 3 കമ്മിറ്റീസിനെയാണ് തീരുമാനിച്ചത്. അതിൽ ആദ്യത്തെ കമ്മിറ്റിയാണ് എസ്.കെ. ധർ കമ്മിറ്റി. സ്വാതന്ത്ര്യം കിട്ടി അടുത്ത വർഷം 1948 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത എസ്.കെ. ധർ എന്ന ഒരാളുടെ ലീഡർഷിപ്പിൽ വന്ന കമ്മിറ്റിയാണ് എസ്.കെ. ധർ കമ്മിറ്റി. എസ്.കെ. ധർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചപ്പോഴത്തേക്കും ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ക്ലാസിഫൈ ചെയ്യേണ്ട, ഭരണാടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാമെന്നൊരു കൺക്ലൂഷനിലാണ് എത്തിയത്. പക്ഷേ അതിലാരും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതുകൊണ്ട് അടുത്ത കമ്മിറ്റി വന്നു, JVP കമ്മിറ്റി. അത് നിലവിൽ വന്ന വർഷം 1948 തന്നെയാണ്, ഡിസംബർ മാസം. JVP കമ്മിറ്റി എന്ന് പറയുന്നത് 3 പേരുടെ ഷോർട്ട് ഫോംസ് ആണ്. J എന്ന് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റു, V എന്ന് പറയുമ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ, P എന്ന് പറയുമ്പോൾ പട്ടാമ്പി സീതാരാമയ്യ. ഇവരും ഒരുപാട് പഠനങ്ങൾ നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോഴത്തേക്കും അവരും പറഞ്ഞു സംസ്ഥാനങ്ങളെ ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്കും അത് ഭരണാടിസ്ഥാനത്തിൽ മതി, അതൊരിക്കലും ഭാഷാടിസ്ഥാനത്തിൽ വേണ്ട എന്ന്. പക്ഷേ 1 ഒക്ടോബർ 1953 ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനം ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് രൂപീകരിക്കേണ്ടതായിട്ട് വന്നു. അതിൻ്റെ കാരണം പോറ്റി ശ്രീരാമലു എന്ന് പറഞ്ഞൊരു നേതാവ് 56 ദിവസം ഭക്ഷണവും ഉപേക്ഷിച്ച് ഫാസ്റ്റിംഗ് നടത്തി മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സമരത്തിൻ്റെ ആവശ്യം ഭാഷാ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റ് രൂപീകരിക്കണമെന്നുള്ളതായിരുന്നു. അതിന് നിർബന്ധിതരായാണ് ഇന്ത്യ ഗവൺമെൻറ് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആദ്യമായിട്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടത്. അതിനുശേഷം സ്വാഭാവികമായും മറ്റ് സ്റ്റേറ്റുകളും ഭാഷാടിസ്ഥാനത്തിൽ വേണമെന്ന ആവശ്യം മുന്നോട്ട് വരികയും അതിനു വേണ്ടിയിട്ട് അടുത്ത കമ്മിറ്റിയെ നിയോഗിച്ചു. അതാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി അല്ലെങ്കിൽ ഫസൽ അലി കമ്മിറ്റി. ഇത് വന്ന വർഷം 1953. ഫസൽ അലി, സർദാർ KM പണിക്കർ, HN ഖുൻസ്രു എന്നീ 3 മെമ്പേഴ്സാണ് ഈ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. 7ാമത്തെ അമെൻമെൻറ്റ് നിയമപ്രകാരമാണ് ഈ ഒരു കമ്മിറ്റി നിലവിൽ വന്നത്. ഈ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ രൂപീകരിക്കപ്പെടുത്തു. ആദ്യമായി സ്റ്റേറ്റ് രൂപീകരിക്കപ്പെട്ടപ്പോൾ 14 സ്റ്റേറ്റുകളും 6 യൂണിയൻ ടെറിട്ടറീസുമാണ് ഉണ്ടായിരുന്നത്. ഇതുമായിട്ട് വന്ന ആക്റ്റാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്. അത് നിലവിൽ വന്ന വർഷം 1950.